നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ് എതിർക്കുക. പിശാചിനോട് എതിർക്കുക, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർക്കുക, സാഹചര്യങ്ങളോട് എതിർക്കുക, നെഗറ്റീവായ വാക്കുകളോട് എതിർക്കുക, പക്ഷേ പാപത്തോട് എതിർക്കുക. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് എവിടം വരെ എതിർക്കണമെന്ന് നമുക്കറിഞ്ഞൂടാ, ഏതളവിൽ വരെ ഇതിനോട് യുദ്ധം ചെയ്യണമെന്ന് നമുക്കറിഞ്ഞൂടാ. എബ്രായ ലേഖനം 12:4 പറയുന്നത്, പാപത്തോട് നിങ്ങൾ പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പാപത്തോട്, പൈശാചിക സ്വാധീനങ്ങളോട് എവിടം വരെ എതിർക്കണ്ടേ? കുറച്ച് ശ്രമിച്ചിട്ട് അവസാനിപ്പിക്കുകയല്ല, കുറച്ച് ട്രൈ ചെയ്തിട്ട് കിട്ടുകയല്ല, കുറച്ച് ശ്രമങ്ങൾ നടത്തി ഉപവസിച്ച് നടക്കാത്തത് കൊണ്ട് മാറുകയല്ല. പ്രാണൻ പോകുന്നത് വരെ എതിർക്കണം. പ്രാണൻ ത്യാഗത്തോളം അതിനോട് എതിർത്ത് നിൽക്കണം. പരിശുദ്ധാത്മാവിൽ ഈ ദൂത് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ശ്രമിച്ചായിരുന്നെങ്കിൽ ഒരു വലിയ വിജയം നിങ്ങൾക്ക് കിട്ടിയത്. കുറച്ചും കൂടെ നിങ്ങൾ ട്രൈ ചെയ്തായിരുന്നെങ്കിൽ, ആ പ്രാണത്യാഗത്തോളം കുറച്ചും കൂടെ എതിർത്ത് നിൽക്കുമായിരുന്നെങ്കിൽ ഒരു വലിയ ആത്മീയ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചേനെ. പക്ഷേ ആ എതിർത്തു, കുറച്ച് ട്രൈ ചെയ്തു, പക്ഷേ നിങ്ങൾ പിന്മാറിപ്പോയി. പക്ഷെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, വീണ്ടും എതിർക്കുക, പ്രാണൻ ത്യാഗത്തോളം എതിർക്കുക. യേശുവിൻ്റെ 33.5 വർഷത്തെ യാത്രയിൽ കുറഞ്ഞ ഒരു വർഷമോ മാസമോ അവസാനത്തെ ആഴ്ചയോ അവസാനത്തെ ആ ക്രൂശ് കാലഘട്ടത്തിലൊന്നും അല്ല. അവൻ്റെ ആ എതിർപ്പ് എന്ന് പറയുന്നത് 33.5 വർഷത്തെ യാത്രയിൽ എല്ലാ സെക്കൻഡും അവൻ പ്രാണൻ പോകുന്നത് വരെ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞ ക്രൂശു മരണത്തോളം അവൻ എതിർത്തു നിന്നു, ക്രൂശു മരണത്തോളം അവൻ അനുസരണം കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ദൂത് എൻ്റെ കേൾവിക്കാരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. എതിർക്കുക, ഫൈറ്റ് ചെയ്യുക, പോരാടുക, യുദ്ധം ചെയ്യുക. എവിടം വരെ? പ്രാണത്യാഗത്തോളം. ആമേൻ, ആമേൻ. അല്പവും കൂടെ ഗൗരവത്തോടെ, അല്പവും കൂടെ ഉത്സാഹത്തോടെ. ആമേൻ. ഇനി സാധ്യതകളൊന്നുമില്ല, എന്നാൽ ഞാൻ കീഴടങ്ങി കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരല്ല, എതിർക്കുക. ആമേൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, വലിയ ജയങ്ങൾ കാണും. എവിടം വരെ എതിർക്കണം? പ്രാണൻ പോകുന്നത് പോലെ. അമേൻ, അമേൻ, അമേൻ. ശ്വാസം, ഒരു തുള്ളി ശ്വാസം, ഒരിറ്റു ശ്വാസം വരെ അമേൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ എതിർക്കുക. വലിയ വിജയങ്ങൾ അവസാനത്തെ സെക്കൻഡിൽ, അവസാനത്തെ നിമിഷം പോലും പ്രതീക്ഷിച്ചുകൊണ്ട് എതിർക്കുക. നിങ്ങളുടെ ദൈവം തോറ്റ ദൈവമല്ല, നിങ്ങളുടെ ദൈവം ജയിച്ച ദൈവമാണ്. ക്രൂശു മരണത്തോളം അവൻ പാപത്തോട് എതിർത്തു. 3 ദിവസം കൊണ്ട് അവൻ ഒതുങ്ങിപ്പോയില്ല. അവൻ 3-ാം നാൾ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ എതിർപ്പ് ശരിയായ ദിശയിലാണെങ്കിൽ തോൽവി നിങ്ങൾ അനുഭവിക്കത്തില്ല. വലിയ ജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഗോഡ് ബ്ലസ് യു. ഇത് ജയിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. പരാജയമില്ലാത്ത, ആമേൻ, എതിർപ്പിൻ്റെ ദിവസങ്ങളായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്നവരുടെ ലൈഫിൽ ആമേൻ തകർച്ചയുടെ കൊടികൾ മാറ്റി ഉയർച്ചയുടെ, വിജയത്തിൻ്റെ ജയങ്ങൾ നിങ്ങൾ കാണട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.